തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലെ എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ലോർഡ്, മേക്ക് മീ ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് യുവർ പീസ് ഓൺ എർത്ത്. കർത്താവെ, ഭൂമിയിൽ എന്നെ നിന്റെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കൂ. വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് അസീസിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഈ വാക്കുകൾ വർഷങ്ങൾക്ക് മുൻപ് YMCAയിൽ സജീവമായിരുന്നപ്പോൾ ഹൃദയസ്ഥമാക്കിയതാണ്. സംഘർഷങ്ങളും പ്രക്ഷുബ്ധതയും നിറഞ്ഞ ഒരു ലോകത്തിൽ ദൈവത്തിന്റെ സമാധാനം പ്രചരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ശക്തമായ ഒരു പ്രാർത്ഥനയാണിത്. ക്രിസ്തുയേശുവിന്റെ അനുയായികൾ എന്ന നിലയിൽ നമ്മുടെ സമൂഹങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹവും ഐക്യവും പ്രതിഫലിപ്പിച്ചുകൊണ്ട് സമാധാനം സൃഷ്ടിക്കുന്നവരാകാൻ നാം നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. യേശു പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, കാരണം അവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. സമാധാനത്തിന്റെ ഒരു ഉപകരണമാകുക എന്നതിനർത്ഥം ദൈവത്തിന്റെ സമാധാനം നമ്മിലൂടെ ഒഴുകുവാൻ അനുവദിക്കുക, ജീവിതങ്ങളെ സ്പർശിക്കുക, സാഹചര്യങ്ങളെ പരിവർത്തനം ചെയ്യുക എന്നതാണ്. സമാധാനത്തിന്റെ ഒരു ഉപകരണമാകാൻ ആദ്യം നാം ദൈവത്തിന്റെ സമാധാനം സ്വീകരിക്കണം. ബൈബിൾ പറയുന്നു, എല്ലാ ധാരണകളെയും മറികടക്കുന്ന ദൈവത്തിന്റെ സമാധാനം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കും. നാം ദൈവത്തിന്റെ സമാധാനം അനുഭവിക്കുമ്പോൾ നാം അവന്റെ സ്നേഹത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും ചാലകങ്ങളായി മാറുന്നു. സംഘർഷങ്ങളും അക്രമവും വിഭജനവും നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് സമാധാന നിർമ്മാതാക്കളാകാനുള്ള ആഹ്വാനം എക്കാലത്തേക്കാളും അടിയന്തരമാണ്. പ്രാദേശിക തർക്കങ്ങൾ മുതൽ ആഗോള പ്രതിസന്ധികൾ വരെയുള്ള ഇക്കാലത്ത് ദൈവം നമ്മെ അവന്റെ സമാധാനത്തിന്റെ ഉപകരണങ്ങളാകാൻ വിളിക്കുകയാണ്. സംഘർഷങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും നമ്മുടെ ലോകത്ത് ദൈവത്തിന്റെ സമാധാനം വാഴുന്നതിനു വേണ്ടിയും പ്രാർത്ഥിക്കുക. ദയ, കാരുണ്യം, സേവനം എന്നീ പ്രവൃത്തികളിലൂടെ ദൈവത്തിന്റെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-35 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഐക്യത്തിനായുള്ള ദൈവത്തിന്റെ ആഗ്രഹത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ബന്ധങ്ങളിലും സമൂഹങ്ങളിലും അനുരഞ്ജനം തേടണം. നമ്മുടെ സമാധാനമായ യേശുവിന്റെ സുവിശേഷം പങ്കിടുക. എഫേസ്യർ 2:14 പറയുന്നു, അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വച്ചു ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. വിദ്വേഷമുള്ളിടത്ത് ഞാൻ സ്നേഹം വിതയ്ക്കട്ടെ, ദ്രോഹമുള്ളിടത്ത് ക്ഷമ, സംശയമുള്ളിടത്ത് വിശ്വാസം, നിരാശയുള്ളിടത്ത് പ്രത്യാശ, ഇരുട്ടുള്ളിടത്ത് വെളിച്ചം, ദുഃഖമുള്ളിടത്ത് സന്തോഷം. അങ്ങനെ ദൈവമേ, എന്നെ നിന്റെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.